വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി CPASന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൽ കയറി നിങ്ങൾ CPAS എല്ലാവരും ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയ കുട്ടികൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഇന്ന് 11:59 PM ആണ്. ഇത് കുറെ കുട്ടികൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മാർക്കിൽ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. CPASൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. മാർക്ക് എഡിറ്റിംഗ് ഫോർ UG ആപ്ലിക്കൻസ് വിൽ റിമെയിൻ ഓപ്പൺ അൻറ്റിൽ 11:59 PM ഫോർ ഓഗസ്റ്റ് 2025. അപ്പോൾ പലർക്കും അത് ഓപ്പൺ ആകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒന്ന് ഓപ്സ് സംതിങ് വെന്റ് റോങ് എന്ന് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കയറി നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. സൈറ്റ് ഒന്ന് ഓക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓൾറെഡി ഇപ്പോൾ സൈറ്റ് റെഡി ആയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ എല്ലാവരും റാങ്ക് ചെക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് 2024-2025 കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഈ വർഷം 9 കോളേജസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം 10 കോളേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് 2024ന്റെ പ്രോസ്പെക്ടസ് വെച്ചിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കുന്നത്. കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് CPASന്റെ ഫീസ് സ്ട്രക്ചർ. ഈ ഒരു പ്രോസ്പെക്ടസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് സീറ്റ്സ് കഴിഞ്ഞ വർഷത്തതാണ് കേട്ടോ, ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തത് കാണാൻ പറ്റും. ഈ വർഷത്തെ പ്രോസ്പെക്ടസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. എത്ര സീറ്റ് ഉണ്ട് എന്നതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫീസാണ് ഈ പറയുന്നത്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ വർഷം ഫീസ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഫസ്റ്റ് ഇയറിലെ അഡ്മിഷൻ ഫീ ആയിട്ട് 1000 റുപ്പീസും ദെൻ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസും ക്ലിനിക്കൽ അഫിലിയേഷൻ ഫീ ആയിട്ട് 2,000 റുപ്പീസും കൺസ്യൂമബിൾസ് ആൻഡ് സ്റ്റേഷനറി ആയിട്ട് 3,000 റുപ്പീസും ഫീ ഫോർ ID കാർഡ് 300 റുപ്പീസ് ദെൻ ലാബ് ആൻഡ് ലൈബ്രറി ഫീ 2,000 റുപ്പീസ് മെഡിക്കൽ ചെക്കപ്പ് ആൻഡ് വാക്സിനേഷൻ റിക്രിയേഷൻ ആൻഡ് സ്പോർട്സ് ഫീ 2,000 ആൻഡ് 3,000 റുപ്പീസ് ട്രാൻസ്പോർട്ടേഷൻ 7,000 റുപ്പീസ് ടോട്ടൽ സ്പെഷ്യൽ ഫീ ആയിട്ട് 30,000 റുപ്പീസ് 300 റുപ്പീസ് വരുന്നുണ്ട്. ട്യൂഷൻ ഫീ ആയിട്ട് 83,000 റുപ്പീസ് സംതിങ് വരുന്നുണ്ട്. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ആയിട്ട് ഒരു 1 lakh റുപ്പീസ് അടുപ്പിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്ക്രീനിൽ കാണുന്നത് പോലെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറിന്റെ എല്ലാമിന്റെയും ഫീസ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഒരു ചെറിയ വേരിയേഷൻസ് മാത്രമായിരിക്കും ഈ ഒരു ഇയറിൽ വരുന്നുണ്ടാവുക. ഒരുപാട് പേര് CPAS കോളേജസിന്റെ ഫീസ് സ്ട്രക്ചർ ചോദിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഫീസ് സ്ട്രക്ചർ നമ്മളൊന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫീസ് ഒക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫീസ് ഒക്കെ സമയത്തിന് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻസ് പിന്നെ പരിഗണിക്കുന്നതുമായിരിക്കില്ല. എല്ലാ വർഷവും 1 lakh above റുപ്പീസ് വരുന്നുണ്ട്. ഈ പ്രോസ്പെക്ടസിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് BSc നഴ്സിംഗിൽ ഇംഗ്ലീഷിന്റെ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് കഴിഞ്ഞ വർഷം വരെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പല കുട്ടികളും പറയുന്നുണ്ട് ഇപ്രാവശ്യം ഇംഗ്ലീഷിന്റെ മാർക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. LBSന്റെ പുതിയ അപ്ഡേറ്റിൽ പുതിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ രീതിയിലായിരുന്നു മാർക്ക് ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പലർക്കും ഇംഗ്ലീഷിന്റെ മാർക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാർക്ക് എഡിറ്റിംഗിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് LBSനെ ഒന്ന് ഡയറക്റ്റ് വിളിച്ച് അന്വേഷിച്ച് നോക്കുന്നതായിരിക്കും ബെറ്റർ. പുതിയ അപ്ഡേഷൻസ് വരുന്നത് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ SC ST OEC കാറ്റഗറി സ്റ്റുഡൻസിനെല്ലാം അഡ്മിഷൻ ഫീ ആയിട്ട് 1000 റുപ്പീസും കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസ് ടോട്ടൽ 11,000 റുപ്പീസ് ആണ് വരുന്നുണ്ടാവുക. വേരിയേഷൻസ് സംഭവിക്കാം. 2024 ഫീസ് സ്ട്രക്ചർ ആണ് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഫീസ് സ്ട്രക്ചർ കറക്റ്റ് പറയാമോ എന്നുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.